ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നികുതി വെട്ടി ചാടമ്പര വാഹനങ്ങൾ കടത്തിയതിൽ രാജ്യവ്യാപകമായി നടക്കുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നുങ്കു. ഇങ്ങനെ കൂടുതലായും വാഹനങ്ങൾ കടത്തിയിരിക്കുന്നത് കേരളത്തിലേക്കാണ്. ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉടമകളായുമുണ്ട്. ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ, ലാൻഡ് ക്രൂയിസ്, നിസാൻ പെട്രോൾ ഉൾപ്പെടെ 4 വാഹനങ്ങൾ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സുഹൃത്തുക്കളെ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആ ഒരു വാർത്ത ദുൽഖർ സൽമാനെതിരെ മുൻപേ വന്നിട്ടുള്ളൊരു സംഭവത്തിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അതായത് ദുൽഖർ സൽമാന് ഭൂട്ടാനിൽ നിന്ന് അവിടുത്തെ ഈ പറയുന്ന ആർമി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ കടത്തി കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആദായ നികുതിയെ വെട്ടിച്ചുകൊണ്ട് തന്നെ ഈ വണ്ടി ഇങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഓടിക്കുന്ന ഒരു രീതിയിലേക്ക്, സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നാണ് നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലതുപക്ഷ മാധ്യമങ്ങൾ കേട്ടോ, അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ദുൽഖർ സൽമാനെതിരെയും മമ്മൂട്ടിക്കെതിരെയും ഒക്കെ ഇവർ കളിച്ച കളികൾ, നമ്മൾ ഈ സംഘികൾ കളിച്ച കളികൾ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ സംഘികൾ കളിച്ച കളികൾ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ നമ്മുടെ ഈ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ പിന്നീട് അതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് എന്തായിരുന്നു, പിന്നീട് എന്തായിരുന്നു ആ നടപടികൾ, എങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരുന്നത്? ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിക്കുന്ന സമയത്ത് മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്, അതായത് രാജ്യത്തിലെ ഏറ്റവും പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് കൊടുക്കുന്നു. ഈ അവാർഡ് മോഹൻലാലിന് കൊടുക്കുന്ന സമയം തന്നെ ഈ പറയുന്ന മമ്മൂക്ക എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഇതിഹാസത്തിൻ്റെ വീട്ടിലേക്ക് ഒരു റെയ്ഡിനായിട്ടൊരു സംഘം എത്തുന്നു, ED സംഘം. അതായത് മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ മനുഷ്യൻ്റെ രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ കളിച്ച കളിയുടെ ഫലമായിട്ട് തന്നെ ED എന്ന് പറയുന്ന ഈ പറയുന്ന മോഡിയുടെ വേട്ടപ്പട്ടികൾ മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. എന്നിട്ട് അവിടെ വലിയ റെയ്ഡും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. മമ്മൂട്ടി ഒരു ചികിത്സയൊക്കെ കഴിഞ്ഞ് നീണ്ട 8 മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ വന്ന് ഒരു വിശ്രമ ജീവിതമൊക്കെ നയിച്ച് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തിലാണ് ഇവരെല്ലാം കൂടി പെട്ടെന്ന് ഒരു അറിയിപ്പുമില്ലാതെ, അറിയിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഒരു അന്വേഷണവുമായിട്ട് എത്തുന്നത്. എന്നാൽ ആ വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ല എന്ന് മാത്രവുമല്ല, കുറേ കാര്യങ്ങൾ ഇവർക്ക് രേഖ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പിന്നീട് കളിക്കുന്ന കളികളൊക്കെ നമ്മൾ കണ്ടു. അതിൽ ക്രിസംഗിയും മുസംഗിയും ഹിസംഗിയും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സഖ്യം ചേർന്ന് കളിച്ച കളിയായിരുന്നു അതെന്നുള്ളത് നമ്മൾ അന്നേ ചർച്ച ചെയ്തിരുന്നതാണ്. മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ ജാതിയും മതവും ഒക്കെ പ്രശ്നമുള്ള, രാഷ്ട്രീയവും ഒക്കെ പ്രശ്നമുള്ള കുറേ അരാഷ്ട്രീയവാദികൾ അല്ലെങ്കിൽ കുറേ വർഗീയവാദികൾ മമ്മൂട്ടിക്കെതിരെയൊക്കെ കളിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ മമ്മൂട്ടിക്കെതിരെ കളിക്കാൻ ശ്രമിച്ചിട്ട് ഇവർക്കൊന്നും കിട്ടുന്നില്ല. തലയുമില്ല വാലുമില്ലാത്തൊരു കേസായിട്ട് ഈ കേസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ, ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിക്കുന്ന സമയങ്ങളിൽ, ഞാൻ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയം എന്ന് എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ സമയങ്ങളിൽ മമ്മൂട്ടിയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഇവന്മാർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അവർ ഭരണത്തിൽ നിന്ന് മാറിയ സമയത്ത് തന്നെ ആ ഒരു ഭരണമാറ്റം കണ്ടുകൊണ്ട് തന്നെ മമ്മൂട്ടിക്കെതിരെയും ദുൽഖറിനെതിരെയും ടാർഗറ്റ് ചെയ്ത് ഇവരിപ്പോൾ കളിക്കുന്ന കളിയാണോ ഇതെന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങൾക്കും അത് കാണുന്ന ആളുകൾക്കെല്ലാം അങ്ങനെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അയാളുടെ രാഷ്ട്രീയമാണ് ഇവന്മാർക്കെല്ലാം പ്രശ്നം. ആ മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് ഇപ്പം ഞാൻ ജനൻ TV കണ്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ദുൽഖാർ ഭൂട്ടാനിൽ നിന്ന് കടത്തിയ കൂടുതൽ വാഹനങ്ങൾ നടൻ്റെ പക്കലെന്ന് കസ്റ്റംസ്. ഈ വാഹനങ്ങളുടെ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ കസ്റ്റംസ് നിർദ്ദേശം. രേഖകൾ പരിശോധിച്ച ശേഷം ദുൽഖറിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വെനൻ TV അല്ലെങ്കിൽ മലം TV ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ജനൻ TVക്ക് ഞാൻ ഇവരുടെ പോസ്റ്റുകളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഇവരുടെ ഈ പറയുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സ്വർണം കട്ടെടുത്തതിനെ പറ്റി ഒന്നും ഇവരുടെ വാർത്തകളിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ ചെയ്യുന്ന ഒരു തോന്നിവാസങ്ങളും ഇവരുടെ വാർത്തകളിൽ വരില്ല. ബാക്കിയുള്ള ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് നമ്മുടെ ഈ പറയുന്ന സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വീകാര്യതകളുള്ള ആളുകളെയൊക്കെ എങ്ങനെയെങ്കിലും കരിവാരി തേക്കണമെന്ന ഉറച്ച ലക്ഷ്യത്തോടു കൂടി ഇവർ കളിക്കുന്ന നെറികെട്ട പരിപാടിയാണിതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അങ്ങനെ ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്ന് അന്ന് വാഹനങ്ങളൊന്നും എടുക്കാൻ സാധിക്കാതെ ദുൽഖറിന്റെ ലാൻഡ് ക്രൂയിസറും അതേപോലെ തന്നെ ഡിഫൻഡർ വാഹനങ്ങളും ഒക്കെ കസ്റ്റംസ് കൊണ്ടുപോയി എന്നൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടു. പിന്നീട് അതിന് പിന്നാലെ മമ്മൂക്കയുടെ ഗ്യാരേജിലും മമ്മൂക്കയുടെ വീട്ടിലെ ഗ്യാരേജിലും ഒക്കെ അന്വേഷണം നടത്തുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ പോയിട്ടും ഇതിൻ്റെ രേഖകൾ, ഈ വാഹനം എടുത്തതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ദുൽഖർ സൽമാൻ്റെ പക്കലുണ്ടെന്ന് ദുൽഖർ സൽമാൻ പറയുകയും ആ രേഖകൾ വേണ്ടയിടത്ത് ഹാജരാക്കാമെന്ന് പറയുകയും ചെയ്തിട്ട് പോലും ആ വാഹനങ്ങൾ കസ്റ്റംസ് എടുത്ത് കസ്റ്റംസിൻ്റെ പിടിയിലാക്കിയിട്ടിരിക്കുകയാണ്. ആ വാഹനങ്ങളെല്ലാം കിടന്ന് നശിച്ചു പോലെ. ഏതൊരു വാഹനപ്രേമിയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ വില കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് എടുക്കുക. അത് പണക്കാരനെന്നില്ല, പാവപ്പെട്ടവനെന്നില്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു വില കുറഞ്ഞ് ഇഷ്ടപ്പെട്ടൊരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളെല്ലാവരും ആ ഒരു വഴിയെ തന്നെ ആശ്രയിക്കും അല്ലേ. അങ്ങനെ
അങ്ങനെയെങ്കിൽ ദുൽഖർ സൽമാൻ ഈ ഒരു വാഹനത്തിൻ്റെ വില കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വാഹനത്തിൽ കണ്ണുവെച്ചത്, അല്ലെങ്കിൽ ഈ ഒരു വാഹനം എടുക്കാമെന്ന് വിചാരിച്ചത്? ഒരിക്കലുമല്ല. മമ്മൂക്കയുടെയും ദുൽഖറിൻ്റെയും ഒക്കെ വാഹനങ്ങളോടുള്ള ക്രേസ് എത്രത്തോളമാണെന്നുള്ളത് അവരുടെയൊക്കെ എറണാകുളത്തുള്ള വീടുകളിലും മറ്റുള്ള ഇവരുടെയൊക്കെ ഗ്യാരേജുകളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. പണ്ട് മുതലുള്ള വിൻറ്റേജ് മോഡൽ വാഹനങ്ങളടക്കം ഇന്ന് ഈ വിപണിയിലുള്ള, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നിരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ വാഹനങ്ങൾ വരെയും അവരുടെ ഒരു ശേഖരങ്ങളിലുണ്ട്. അപ്പോൾ വാഹനങ്ങളെ അമിതമായിട്ട് സ്നേഹിക്കുന്ന രണ്ട് ഭ്രാന്തന്മാരാണ്, സിനിമയും സ്നേഹിക്കുന്ന ഭ്രാന്തന്മാർ തന്നെയാണ് മമ്മൂട്ടിയും ദുൽഖറുമൊക്കെ. അങ്ങനെയുള്ള ആളുകൾ ആ വാഹനം അതൊരു ഇഷ്ടവിലയ്ക്ക് കിട്ടിയപ്പോൾ അവർ വാങ്ങിയതാണ്, അല്ലാതെ ഇന്ന വില കുറഞ്ഞതുകൊണ്ടാണ് വാങ്ങിയതെന്ന് പല ആളുകളും പറയുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആ വാഹനം എത്ര രൂപ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും വാങ്ങാനുള്ള ഗട്ട്സ് ദുൽഖർ സൽമാനും മമ്മൂട്ടിക്കും ഒക്കെ ഉണ്ടല്ലേ. അപ്പം ഇപ്പോൾ കോടികൾ, ഇപ്പോൾ 50 കോടിയോ 1000 കോടിയോ ആണെന്നുണ്ടെങ്കിൽ അവരത് വാങ്ങും, കാരണം അവർക്ക് അതിനുള്ള ഗട്ട്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർക്കൊരു ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങിയതിന് പിന്നാലെയാണ് നമ്മുടെ സംഘിപുത്രന്മാരുടെ ED ടീമിനെ ഇറക്കി റെയ്ഡും പരിപാടിയും ഒക്കെ ആയിട്ടുള്ള കോലാഹലങ്ങളും ഒക്കെ ആയിട്ട് മമ്മൂട്ടിയുടെ വീട്ടിലേക്കൊക്കെ ഈ കുന്തവും കുടച്ചക്രമൊക്കെ കൊണ്ടുമാർ കയറി ചെന്നത്. പക്ഷെ ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, പിന്നീട് ദുൽഖറിൻ്റെ വാഹനങ്ങളുടെ രേഖകൾ ദുൽഖർ സമർപ്പിക്കാമെന്ന് പറഞ്ഞതിൽ ഹൈക്കോടതിയുടെ ഒരു വിമർശനവും കൂടി കിട്ടിയതിന് പിന്നാലെ ദുൽഖറിൻ്റെ വാഹനങ്ങൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കസ്റ്റംസ് മാറി. കസ്റ്റംസിന് ഹൈക്കോടതിയുടെ സൈഡിൽ നിന്ന് നല്ല രൂക്ഷ വിമർശനം കിട്ടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് 24 ന്യൂസ് അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത പങ്കുവെക്കുന്നത്. അതിൽ ദുൽഖറിനെ 4 മണിക്കൂറോളം ED വിളിച്ച് ചോദ്യം ചെയ്തു. ഇനിയും ചോദ്യം ചെയ്യൽ തുടരുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാനതിൽ വാർത്തയുടെ ബാക്കി ഒന്ന് കേൾപ്പിച്ചു തരാം. തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം 4 മണിക്കൂറോളം കൊച്ചി കസ്റ്റംസ് ആസ്ഥാനത്ത് ദുൽഖറിനെ ചോദ്യം ചെയ്തത്. ദുൽഖറിന്റെ തന്നെ 4 വാഹനങ്ങൾ കൂടി കസ്റ്റംസ് നിരീക്ഷണത്തിലുമുണ്ട്. ഇവയുടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. നികുതി വെട്ടിച്ച വാഹനങ്ങളാണെന്ന് അറിയില്ലായിരുന്നുവെന്നും രേഖകൾ കൃത്യമാക്കി ഇടനിലക്കാരൻ വഴിയാണ് വാങ്ങിയതെന്നുമാണ് ദുൽഖറിന്റെ മൊഴി. ഇത് പൂർണ്ണമായും കസ്റ്റംസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. കേരളത്തിൽ നിന്ന് ഇതുവരെ 57 ആഡംബര വാഹനങ്ങളാണ് ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി പിടികൂടിയിരിക്കുന്നത്. നിരവധി പേർ അറസ്റ്റിലാവുകയും ചെയ്തു. 24 കൊച്ചി. എന്തുകൊണ്ട് ദുൽഖറിൻ്റെയും മമ്മൂട്ടിയുടെയും പേരുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നു? 57 വാഹനങ്ങളാണ് ഓപ്പറേഷൻ നുങ്കൂറിൻ്റെ ഭാഗമായിട്ട് പിടിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾ തന്നെ പറയുമ്പോൾ എന്തുകൊണ്ട് ഈ 57 വാഹനങ്ങൾ, 56 വാഹനങ്ങളുടെ ഉടമകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ പുറത്തു വിടുന്നില്ല? 57ാമത്തെ ഒരാളുടെ പേര്, അതായത് ദുൽഖർ സൽമാൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ പേര് മാത്രം നിങ്ങൾ പുറത്തേക്ക് വിടുന്നു. ഇതിൻ്റെ പിന്നിലുള്ള നിങ്ങളുടെ ചെയ്ത വികാരം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയണമെന്നേ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ TRP വാല്യൂ കൂടും, ക്ലിക്ക് ബൈറ്റ് കൂടുമെന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കണം ഈ രീതിയിൽ കളിക്കുന്നത്. അതെല്ലാം നമുക്ക് പറയാൻ വേറൊരു നിവൃത്തിയുമില്ല. ഇന്ന് VD സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്, അല്ലെ, മേനോൻ മകൻ VD സതീശൻ. അപ്പോൾ അദ്ദേഹത്തിന് സംഘികളോടുള്ള ചായ്വ് എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇരിക്കുന്നൊരു വ്യക്തി മമ്മൂട്ടിക്കെതിരെ കളിച്ചതാണോ എന്നും നമ്മളിതിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനത് അങ്ങനെയാണെന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. അങ്ങനെ ആയിരിക്കാം, അങ്ങനെ അല്ലാതിരിക്കാൻ നമ്മുടെ മുന്നിൽ വേറെ തെളിവുകളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ സമൂഹത്തിൽ ഇടതുപക്ഷത്തിനോട് അനുഭവമുള്ള ആളുകളെ എങ്ങനെയും പിടിച്ച് തടങ്കലിലാക്കുക എന്ന് പറയുന്ന ഉറച്ച ലക്ഷ്യത്തോടു കൂടി സംഘികൾ കളിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം, ആ കളിയുടെ ഫലമായിട്ട് തന്നെയായിരിക്കണം ദുൽഖർ സൽമാനെ കസ്റ്റംസ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്, തുടരെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബാക്കിയുള്ളവരെ വിളിക്കുന്നതിൻ്റെയോ ബാക്കിയുള്ളവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്തതിൻ്റെതായിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ഒരു മുഖ്യധാര മാധ്യമങ്ങളും പങ്കുവെക്കുന്നില്ല. പങ്കുവെക്കാത്തതിൻ്റെ പ്രധാന കാരണം അതിനുള്ള റീച്ച്, ഇവർക്ക് കിട്ടുന്ന റീച്ച് അവർക്ക് കിട്ടില്ല, ആ ആളുകളിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം. എന്തായാലും ദുൽഖറിനെ പിടിച്ചങ്ങനെ മൂക്കിൽ കൂടി കയറ്റി വിഴുങ്ങിക്കളയാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളും EDയും കസ്റ്റംസും അതേപോലെ തന്നെ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷവും അതേപോലെ തന്നെ സംഘിക്കുട്ടന്മാരും അതൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോകുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ അയാളുടെ സിനിമാ ജീവിതം കൊണ്ടും അയാളുടെ പ്രൊഫഷൻ കൊണ്ട് അയാളൊരു വക്കീലുമായിരുന്നു. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായിട്ടുള്ള അല്ലെ പൂർണ്ണമായിട്ടുള്ള ബോധ്യമുള്ളൊരു മനുഷ്യൻ ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടിക്ക് കൂട്ടി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് നിങ്ങൾക്കത് പറയാം. പക്ഷേ ഒരു ഇടതുപക്ഷത്തിനോട് അനുഭവം ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഇവരെ എങ്ങനെയാണ് ഇങ്ങനെ ദ്രോഹിക്കാൻ സാധിക്കുക? ആ ദ്രോഹിക്കുന്നതിൻ്റെ അങ്ങേയറ്റമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും വിഷയങ്ങൾ കുത്തിപ്പൊക്കുക. അപ്പോൾ അയോധ്യ രാമക്ഷേത്രമൊക്കെ അല്ലെങ്കിൽ രാമനുമൊക്കെ വേറെ വഴിക്ക് പോവും, ദുൽഖർ സൽമാനും മമ്മൂട്ടിയും കളത്തിലേക്ക് വരും. അതിൻ്റെ മറവിൽ കൂടുതൽ വെട്ടിപ്പും തട്ടിപ്പും നടത്താമെന്ന് പറയുന്ന ഒരു ലക്ഷ്യം അല്ലെ ഒരു നീക്കമാണോ ഇതെന്നുള്ളതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ദുൽഖറിനെ അങ്ങ് പിടിച്ച് അകത്തിട്ട് കളയും, ദുൽഖറിനെ അങ്ങ് വിഴുങ്ങിക്കളയും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ദുൽഖറിൻ്റെ അപ്പൻ്റെ പേര് മമ്മൂക്ക എന്നാണ്, അല്ലെ മമ്മൂട്ടി എന്നാണ്. ആ ഒരു മമ്മൂട്ടി ജീവനോടിരിക്കുന്നിടത്തോളം കാലം അല്ലെ മമ്മൂട്ടിയുടെ നിലപാടുകളുടെ ഉറപ്പ് കാരണം ഒരുത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നേ.
അപ്പോൾ അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും അതിമോഹം അല്ലെങ്കിൽ വ്യാമോഹം മാത്രമായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.